പാകിസ്ഥാൻ, ചൈന, ബംഗ്ലാദേശ് കൂട്ടുകെട്ട് ഇന്ത്യയെ ബാധിക്കുമെന്ന് സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാൻ. മൂവരുടെയും താൽപര്യങ്ങൾ ഒന്നിക്കുന്നത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വെല്ലുവിളിയാണ്. ഇന്ത്യ പാക് സംഘർഷത്തിനിടെ ചൈനയുടെ ഭാഗത്ത് നിന്ന് നീക്കങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും അനിൽ ചൗഹാൻ വ്യക്തമാക്കി. അജീഷ് ശകുമാർ ഡൽഹിയിൽ ചേർന്നു. അജീഷ്, വിവരങ്ങൾ. സുഹൈലെ, ഈ ഷെയ്ഖ് ഹസീനയുടെ പുറത്താക്കലോടെയാണ് ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായത്. അവിടെ അധികാരമേറ്റ പുതിയ ഭരണകൂടം ചൈനയുമായിട്ടാണ് കൂടുതൽ ചായ്വുള്ളത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനും ചൈനയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു ഐക്യം അത് കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്തത്. ഇത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയാണെന്നാണ് സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ എന്ന് പറഞ്ഞത്. ഡൽഹിയിലെ ഒരു ചടങ്ങിൽ അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. മാത്രമല്ല, ഈ ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാന് ചൈനയുടെ പിന്തുണ കിട്ടിയെന്ന് കഴിഞ്ഞ ദിവസം ഒരു സൈനികൻ വെളിപ്പെടുത്തിയിരുന്നു. അതിലും അദ്ദേഹം ഒരു മറുപടി നൽകിയിരുന്നു. അതായത് പാകിസ്ഥാന്റെ 70% വരുന്ന ആയുധങ്ങളും ചൈനീസ് നിർമ്മിതമാണ്. പക്ഷേ ഈ 4 ദിവസത്തെ ഈ സംഘർഷത്തിനിടയിൽ ചൈനയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു നീക്കമൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ആണവ ഭീഷണിക്ക് ഇന്ത്യ വഴങ്ങില്ലെന്നും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തെളിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ചില പാഠങ്ങളും ഇന്ത്യക്ക് പഠിക്കാനായി. കാരണം ഇന്ത്യയുടെ യുദ്ധമുറകളിൽ വലിയ മാറ്റം വരണം. പഴയ രീതിയും പുതിയ രീതിയും സംയോജിച്ചാകണം പുതിയ ഇന്ത്യൻ സേനയെ സജ്ജമാക്കേണ്ടത്. മാത്രമല്ല, ഈ ബാലിസ്റ്റിക് മിസൈലുകളടക്കം ഫലപ്രദമായി തടയുന്ന സംവിധാനം ലോകത്ത് ഒരിടത്തുമില്ല. പക്ഷേ ഈ രാജ്യത്തിന് അതൊക്കെ ആർജിക്കണം തുടങ്ങിയ കാര്യങ്ങളും അദ്ദേഹം നടന്ന പരിപാടിയിൽ പറയുകയുണ്ടായി.